സ്മൃതി, 900 വാഗ്ദാനങ്ങളാണ് 2016-21 കാലഘട്ടത്തിലെ ഒന്നാം പിണറായി സർക്കാർ 570ഓളം വാഗ്ദാനങ്ങൾ, അതിൽ ഏകദേശം 10, 12, 20 എണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം നിറവേറ്റി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതും അധികാരത്തിലേക്ക് എത്തുന്നതും. ഇപ്പോൾ 4ാം വർഷം തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്നു. ഇനി വിരലിൽ എണ്ണാവുന്നവ മാത്രമേ നടപ്പിലാക്കാനുള്ളൂ 900 എണ്ണത്തിൽ എന്ന് പറയുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, സാമൂഹ്യക്ഷേമം, ഇവയാണ് പ്രധാനമായിട്ടും ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നത്. മൊത്തം നമുക്ക് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല, 328 പേജുകളുണ്ട്. എങ്കിലും ആ പേജുകളിലൂടെ നമ്മൾ ഒന്ന് കടന്നു പോകുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? നല്ല പ്രോഗ്രസ് ആണോ? എനിക്ക് ഈ ഒരു മാസത്തെ ആഘോഷ പരിപാടികളുടെ സമാപനമാണല്ലോ ഇന്ന് തലസ്ഥാനത്ത് നടന്നിരിക്കുന്നത്. അപ്പോൾ 4 വർഷം കൊണ്ടുള്ള നേട്ടം, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ജനങ്ങളുടെ പ്രതികരണം നേരിട്ടറിയുക എന്ന ഉദ്ദേശത്തോടു കൂടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ യാത്ര, ആ യാത്രയാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മൂഡ് ആരംഭിച്ചിരിക്കുന്നതിൻ്റെ സൂചനയായിട്ട് അതിനെ കാണാം. അപ്പോൾ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ ഞങ്ങളിതാ തയ്യാർ എന്ന് വ്യക്തമാക്കുകയാണ് യഥാർത്ഥത്തിൽ 2ാം പിണറായി സർക്കാർ ചെയ്തിരിക്കുന്നത്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അവിടെ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളും അതാണ്. ദേശീയപാത എന്നൊന്നും നടപ്പാകുകയില്ലായിരുന്നു LDF വന്നില്ലായിരുന്നെങ്കിൽ എന്ന രൂപത്തിൽ വരെ പറയുകയാണ്. മാത്രമല്ല സംസ്ഥാനമാകെ ഉത്സവാന്തരീക്ഷമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതീതി ഉണ്ട് എന്ന രൂപത്തിൽ വലിയ ജനപിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന ഒരു ദൃശ്യങ്ങളിലൂടെ കാണിക്കാനുള്ള ശ്രമം, ആ തരത്തിൽ ആളും ആരവുമൊക്കെ വലിയ ആഘോഷത്തോടു കൂടി ആ ഉത്സവ പരിപാടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ കാണിച്ചിരിക്കുന്നത്. അത് ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. ആ ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനമായി ഞങ്ങൾ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഇതാ നടപ്പാക്കിയിരിക്കുന്നു, വളരെ കുറച്ചേ നടപ്പാക്കാനുള്ളൂ എന്ന രൂപത്തിലാണ് പറയുന്നത്. ഈ പറയുന്ന റിപ്പോർട്ടിൽ കുറേ കണക്കുകളും ചെയ്ത കാര്യങ്ങളും അവകാശവാദങ്ങളും എല്ലാം തന്നെയുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ, അതായത് പിണറായി സർക്കാരിൻ്റെ മാത്രം പദ്ധതികളായിരുന്നോ അതോ മുൻ സർക്കാരുകൾ നടപ്പാക്കിയതിൻ്റെ തുടർച്ച? ആ തുടർച്ചയിൽ വരുമ്പോൾ ഇടത് സർക്കാർ, പിണറായി സർക്കാർ വരുമ്പോൾ അതിനൊരു വേഗം സംഭവിച്ചിരിക്കാം. കാര്യങ്ങൾ വേഗത്തിലാക്കിയിട്ടുണ്ട്, ചിലത് പൂർത്തിയായിട്ടുണ്ട്, ചിലത് നടപ്പായിട്ടുണ്ട്. അതായത് തുടർച്ചയിൽ നടപ്പാകുന്നു. ഒരു കാലത്ത് അത് തുടങ്ങി വയ്ക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ചിലതെങ്കിലും തുടങ്ങി വെച്ചതാണ്, അത് പൂർത്തിയാക്കുന്നത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. അതുപോലും ഞങ്ങളുടെ മാത്രം പദ്ധതി എന്ന രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഇത് ഞങ്ങളുടേതാണ്, നിങ്ങൾ നടപ്പാക്കിയിട്ടേ ഇല്ല, നിങ്ങളുടെ കാലത്ത് ഒന്നുമില്ല, 2016 വരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. 2016 മുടന്തി നടന്നിരുന്ന പലതും ഞങ്ങൾ വന്നപ്പോഴേക്കും വളരെ വേഗത്തിൽ, ശരവേഗത്തിൽ നടപ്പാക്കുന്നു എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ദേശീയപാത അല്ലെങ്കിൽ സംഭവിക്കുകയില്ലായിരുന്നു എന്ന രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. ദേശീയപാത ഇപ്പോൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ദേശീയപാതയിലെ വിള്ളലുകൾ, ഇന്നിപ്പോൾ നമ്മളൊരു ലൈവത്തോൺ കാണിച്ചല്ലോ, വിവിധ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം ഭയപ്പാട് സൃഷ്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഓരോ സ്ഥലത്തും നമ്മൾ കണ്ട സ്ഥലങ്ങളിലൊന്നും ശാസ്ത്രീയമായിട്ടല്ല നിർമ്മാണം എന്നുള്ളതാണ്. എല്ലാം കുത്തനെ ചെരിച്ചിങ്ങനെ ചെത്തി വെച്ചിരിക്കുന്ന മൺഭാഗങ്ങളാണ് കാണുന്നത്, മലകളാണ് കാണുന്നത്. പലതും നമ്മുടെ ചില റിപ്പോർട്ടർമാരിങ്ങനെ തൊടുമ്പോഴേക്കും മണ്ണിങ്ങനെ ഇളകി വരികയാണ്. ഒരു മഴ പെയ്താൽ മതി. ഇനിയിപ്പോൾ നാളെ മുതൽ ഓറഞ്ച് അലർട്ടാണ് പലയിടത്തും കൊടുത്തിരിക്കുന്നത്, ചിലയിടത്ത് യെല്ലോ അലർട്ടാണ്. അപ്പോൾ എന്താണ് മഴ കനത്ത് കഴിഞ്ഞാൽ ഇവിടത്തേക്ക് സാഹചര്യം വരിക എന്ന് പറയാൻ പറ്റില്ല. താഴെ കൂടെ പോകുന്ന സർവീസ് റോഡാകട്ടെ, അവിടേക്ക് മണ്ണും ചെളിയുമൊക്കെ ഒഴുകി വരുന്നു എന്നുള്ള ആശങ്ക നിൽക്കുന്നു. അപ്പോൾ അതിനെ ഈ ദേശീയപാത കൊണ്ടുവന്നു എന്നതിൻ്റെ മാത്രം, അതായത് തൊലിപ്പുറത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ നടപ്പാക്കി വന്നപ്പോഴുള്ള പ്രശ്നങ്ങൾ, അതിലുള്ള ഉത്തരവാദിത്തം എന്നതുകൂടി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അത് പറയുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഡേറ്റ സഹിതമല്ലല്ലോ പറയാം. കുറേ കണക്കുകൾ അവതരിപ്പിക്കുന്നു, സർക്കാരിൻ്റെ അവകാശവാദമായി പറയുന്നു. ആ കണക്കുകൾ ശരിയാണോ തെറ്റാണോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? എല്ലാ കൊല്ലവും പ്രോഗ്രസ് റിപ്പോർട്ട് പിണറായി വിജയൻ അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 2024 പ്രോഗ്രസ് റിപ്പോർട്ട് എപ്പോഴാണ് വന്നതെന്നറിയോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷമാണ്. അപ്പോഴും ആ പ്രോഗ്രസ് റിപ്പോർട്ടാണ്. അപ്പോൾ അതിനു മുന്നേ തന്നെ അതിൽ മാർക്കിട്ടത് ആരാണ്? ജനം മാർക്കിട്ട് കഴിഞ്ഞതിന് ശേഷം വരുന്ന പ്രോഗ്രസ് റിപ്പോർട്ടാണ്. ഞങ്ങൾ തന്നെ പരീക്ഷ എഴുതുന്നു, ഞങ്ങൾ തന്നെ മാർക്കിടുന്നു എന്നതല്ലേ ഈ പ്രോഗ്രസ് റിപ്പോർട്ട്? അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? ഞങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് ഞങ്ങളിതാ ഇത്ര മാർക്ക് കൊടുത്തിരിക്കുന്നു, ഞങ്ങളിതാ ഇത്രയും നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ അതിലൊരു പ്രശ്നമുണ്ട്. മാർക്കിടേണ്ടത് ജനങ്ങളാണ്, അത് തിരഞ്ഞെടുപ്പിലൂടെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്നെങ്ങനെയാണ് പറയുക? ഉള്ള പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നൊരു വിഷയം കൂടിയുണ്ട്. ഇവിടെ സമരങ്ങളുണ്ട്, വിവിധ സമരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കരഞ്ഞുകൊണ്ടും സഹനം കൊണ്ടും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ, ദിവസങ്ങളായി തുടരുന്ന സമരങ്ങളുണ്ട്. അതിനോടൊക്കെയുള്ള നിലപാട് എന്താണ്? ഇപ്പോൾ ഈ പറയുന്ന ഈ വികസന നേട്ടങ്ങളുടെ കാര്യത്തിൽ ഒരു ഗെയിൽ പൈപ്പ് ലൈനും പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം തർക്കിച്ചതാണ്. ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് അത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല UDF സർക്കാരിൻ്റെ കാലത്ത് അന്ന് CPM സമരം ചെയ്തിരുന്നത് കേട്ടോ. അന്നത്തെ സമരത്തിൻ്റെ മുഴുവൻ ചിത്രങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അന്നത്തെ പത്രക്കട്ടുകളൊക്കെ പുറത്തുണ്ടെന്നേ. അതിൽ
ജനവാസ കേന്ദ്രങ്ങളിലൂടെ പോകുന്ന ഈ പൈപ്പ് ലൈൻ ഉണ്ടാക്കുന്ന ഭീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ പറയുന്ന ഭൂമിക്കടിയിലെ ബോംബ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമരത്തിലെ വാദങ്ങൾ, സമരത്തിലെ ഉന്നയിച്ച വിഷയം അത് തന്നെയായിരുന്നു. നഷ്ടപരിഹാരം എന്നുള്ളതല്ല, ജനവാസ കേന്ദ്രത്തിലൂടെ ഇത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഭീതി, ആ ഭീതിജനകമായ സാഹചര്യത്തെക്കുറിച്ചാണ് അന്ന് പറഞ്ഞിരുന്നത്. ആ പദ്ധതി നടപ്പാക്കിയതാണ് ഇപ്പോൾ വലിയൊരു നേട്ടമായി അവതരിപ്പിക്കുന്നത്. അതൊരു ശരിയായ സമീപനമാണ്. അന്നൊരു സമീപനം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു സമീപനം, ഭരിക്കുമ്പോൾ മറ്റൊരു സമീപനം എന്ന് പറയുന്നത് എത്രത്തോളം നല്ല രീതിയാണെന്നൊരു വിഷയമുണ്ട്. ശരിയാണ്, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വികസനം വളരെ വേഗത്തിലൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ പദ്ധതികളുടെയും ക്രെഡിറ്റ് ഏറ്റെടുക്കുക, ബാക്കി ഉള്ളവർ ഭരിക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രൂപത്തിൽ പറയുക, അത് എത്രത്തോളം നല്ല രീതിയാണ് എന്ന് സർക്കാർ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി കിഫ്ബി ആണല്ലോ എല്ലാ ഘട്ടങ്ങളിലും പറയുന്നത്. കിഫ്ബിയിലെ ഒരു പഴയ കണക്ക് ഞാൻ പറയാം. ഇന്നലെ അരുൺ പറഞ്ഞല്ലോ 78,000 കോടിയുടെ പദ്ധതിയുടെ കാര്യം പറഞ്ഞു. അത് യഥാർത്ഥത്തിലുള്ള കണക്ക് 82,454 കോടിയുടെ ക്ലിയറൻസ് ആണ് കൊടുത്തത്. അത് ഞാൻ 8 വർഷത്തെ കണക്കാണ് പറയുന്നത്, ഈ 9ാമത്തെ വർഷത്തിലല്ല. 1073 പ്രോജക്റ്റുകൾക്കായി 82,454 കോടിയുടെ ക്ലിയറൻസ് നടത്തി കിഫ്ബി. എന്നിട്ട് പൂർത്തിയായത് എത്രയാണെന്ന് അറിയാമോ? ആ പൂർത്തിയായ കണക്ക് വരില്ല. ഈ 2 കണക്ക് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അതായത് ഇത്രയും കോടിയുടെ ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നു, ഇതാ ഞങ്ങൾ. പക്ഷേ നടപ്പാക്കിയത് 14,830 കോടി മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. ഇപ്പോൾ കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികൾ, ഏതൊക്കെ പദ്ധതികൾ നന്നായി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്? വളരെ കുറവാണ്. അപ്പോൾ അതിലെ വരുമാനം എടുത്ത് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല. കിഫ്ബി എങ്ങനെയാണ് പണം കണ്ടെത്തുന്നത്? കിഫ്ബി 18,000 കോടിയുടെ ലോൺ എടുത്തിട്ടാണ് പദ്ധതികൾ നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കോടികൾ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നാണ് എടുക്കുന്നത്, വലിയ പലിശയ്ക്കാണ് എടുക്കുന്നത്. അപ്പോൾ തിരിച്ചടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ റോളിംഗ് ആണ്. ഈ റോളിംഗ് നടത്തുന്നതിനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം കിട്ടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ധനമന്ത്രി പറയുന്നത് ബുദ്ധിമുട്ടുന്നില്ല എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ കണക്ക് എന്താണ്? അപ്പോൾ അതിലൊക്കെ ഒരു വ്യക്തത കുറവുണ്ട്. ഈ പറഞ്ഞ ഈ വികസനവുമായി ബന്ധപ്പെട്ട പറയുന്ന കാര്യങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ ശരി തന്നെ, കുറേ കാര്യങ്ങൾ വേഗമുണ്ടായിട്ടുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ മാത്രം നടപ്പാക്കുന്ന ഒരു കാര്യമാണെന്ന രൂപത്തിൽ അതിൽ അവതരിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് സമരം ചെയ്യാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. ഒരുപാട് ജനങ്ങൾക്ക് പരാതിയുണ്ട്. ഇതുവരെ നടന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ അത് പ്രതിഫലിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാത്രമാണ് വിലയിരുത്തേണ്ടത് എന്ന രൂപത്തിൽ അതിനെ പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ജനമാണ് പ്രോഗ്രസ് റിപ്പോർട്ട് നൽകേണ്ടത്. അത് ഞങ്ങൾ തന്നെ പരീക്ഷ എഴുതി ഞങ്ങൾ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് നൽകുന്നു എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. Meet the editors.